ഹായ് മകൾസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നിഹാൽ സാറാണ്. അപ്പോൾ പൊളിറ്റിക്സിലെ +1 ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടി പോകുന്ന സംഭവം ഇതാണ്. എന്താണ് നമ്മുടെ രാജ്യത്തിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സംവിധാനം നിലനിർത്തുന്നതിൻ്റെ കാരണം എന്തിൻ്റെ ആവശ്യകത ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയെ നിലനിർത്തുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം എസ്എ ആയിട്ടോ ഷോർട്ട് എസ്എ ആയിട്ടോ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ആദ്യമേ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രം പോരാ, എന്തുകൂടി ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിടിച്ചോ. ആദ്യ ചോദ്യം, വാട്ട് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി? എന്താണ് സ്വതന്ത്ര നീതിന്യായ വിഭാഗം? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇന്ത്യൻ ജുഡീഷ്യറി ഹാവ് മോർ റെസ്പോൺസിബിൾ ടുവേർഡ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ. സോ ജുഡീഷ്യറി ഈസ് ആൾസോ റെസ്പോൺസിബിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡെമോക്രസി ആൻഡ് പീപ്പിൾ ഷുഡ് നോട്ട് ബി ചീറ്റ് ദം. അല്ലേ, ഒരിക്കലും നമ്മുടെ ജനങ്ങളെയോ അതുപോലെ എക്സിക്യൂട്ടീവിനോ ജുഡീഷ്യറി അങ്ങനെ ഒരു സംവിധാനത്തെയും ചതിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ആരുടെ ഭാഗത്തുണ്ടാവരുത്, ജുഡീഷ്യറിയുടെ ഭാഗത്തുണ്ടാവരുത്. അതുകൊണ്ട് വല്ല നേതാക്കന്മാർ പറയുന്നോ അല്ലെങ്കിൽ മന്ത്രിമാർ പറയുന്നോ ഭരണാധികാരികൾ പറയുന്നോ ഒരു കാര്യവും ജുഡീഷ്യറി കേൾക്കാൻ പാടില്ല. ജുഡീഷ്യറി അവിടെ എന്താണോ തെളിവ് എന്താണോ അല്ലെങ്കിൽ എന്താണോ മുന്നിൽ കിട്ടിയ കാര്യം അതിൻ്റെ യഥാർത്ഥ വിധി പ്രഖ്യാപിക്കുന്നത്. അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആളുകൾ അല്ലെങ്കിൽ ജഡ്ജിമാരെ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങളിലൂടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സംവിധാനം നമ്മൾ നിലനിർത്തുന്നത്. അതിൽ ഏറ്റവും ഒന്നാമതാണ് ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റ്, നിയമനം. രണ്ടാമത് അവരുടെ കാലാവധി. മൂന്നാമത് അവരുടെ സാലറി. നാലാമത് പ്രൊട്ടക്ഷൻ ഫ്രം പേഴ്സണൽ ക്രിറ്റിസിസം ആൻഡ് സെപ്പറേറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി. ഈ 5 പോയിന്റ് കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ 5 പോയിന്റ് പോലെ ഇത് ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5 പോയിന്റ് ഏറ്റവും സിമ്പിളായി നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് ഇത് എന്താണെന്നുള്ള ഡീറ്റെയിൽ നിങ്ങൾ എഴുതി കൊടുക്കാൻ നിങ്ങൾ വേണ്ടത്. അപ്പോൾ നാളെ എന്താണ് അല്ലെങ്കിൽ ആദ്യം എങ്ങനെയാണ് ജഡ്ജി അപ്പോയിന്റ് ചെയ്യുക? ദ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജസ് ആർ അപ്പോയിന്റ് ബൈ ദ പ്രസിഡന്റ്. സുപ്രീം കോടതി ആയിക്കോട്ടെ ഹൈക്കോടതി ആയിക്കോട്ടെ അവിടെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്, പ്രസിഡന്റാണ്. അതുകൊണ്ട് അവിടെ ആർക്ക് റോളില്ല, രാഷ്ട്രീയക്കാർക്ക് റോളില്ല. ഡയറക്റ്റ് ആയിട്ട് ആരാണ് പിന്നെ നമ്മളെ പിന്നെ രാഷ്ട്രപതിയാണ് അവരെന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ആരോട് ചോദിച്ചിട്ട് സീനിയർ ജഡ്ജിമാരുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം ഇവിടെ കാലം. അല്ലേ, ജഡ്ജ് ഹാവ് എ ഫിക്സ്ഡ് ടെന്യൂർ. ജഡ്ജ് ക്യാൻ കണ്ടിന്യൂ ഇൻ ദയർ പൊസിഷൻ ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് പീരീഡ് എത്ര വരെയാണോ ആ റിട്ടയർമെന്റ് ഏജ് വരെ മാത്രമേ ജഡ്ജിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ആ ജോലിയിൽ തുടരാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാതെ കലാകാലം മരിക്കുന്നവരെ തുടരാൻ സാധിക്കും. അല്ലേ, ബട്ട് ദേ ക്യാൻ റിമൂവ് ഇൻ ദ കേസ് ഓഫ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ എനി മിസ്ബിഹേവിയർ ബിഫോർ ദ ഏജ് ഓഫ് റിട്ടയർമെന്റ്. പക്ഷേ റിട്ടയർമെന്റ് മുന്നേ അദ്ദേഹത്തെ ഒഴിവാക്കാം. എങ്ങനെയാ? ആ പ്രോസസ്സിന് വിളിക്കുന്നവരാണ് ഇംപീച്ച്മെന്റ്. സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്നവരാണ് ഇംപീച്ച്മെന്റ്. എങ്ങനെയാണ് ജഡ്ജിയെ പുറത്താക്കുക? ഒന്നെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ബിഹേവിയർ ചെയ്യണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഒഴിവാക്കാൻ സാധിക്കും. അല്ലേ, അതുപോലെ തന്നെ സാലറി, ജഡ്ജിയുടെ ശമ്പളം. അല്ലേ, ജഡ്ജ് ഹാവ് ഹൈലി സാലറി ബൈ ദിസ് ജഡ്ജ് ക്യാൻ ബി റിമൈൻ ഫ്രം കറപ്ഷൻ ആൻഡ് മേക്ക് ഡിസിഷൻ ജസ്റ്റബിൾ. അല്ലേ, അപ്പോൾ നല്ല സാലറി കൊടുക്കുന്നുണ്ട്. ഈ സാലറി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ജഡ്ജിക്ക് എന്ത് ചെയ്യാം, തൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതുപോലെ എന്താണ് പിന്നെ മറ്റു പല കറപ്ഷൻ, അഴിമതി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം സാലറി മാത്രമല്ല, സാലറിക്ക് അപ്പുറത്തേക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഡ്രൈവറും പിന്നെ വീടും അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും എല്ലാ അലവൻസും ആര് കൊടുക്കുന്നത്, ജഡ്ജി കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന മറ്റേ നമ്മൾ കറപ്ഷൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും ജഡ്ജിക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ദ പേഴ്സണൽ ക്രിറ്റിസിസം, വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. ഒരു ജഡ്ജി ഒരാൾക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു വിധി പുറപ്പെടുപ്പിച്ചു എന്ന പേരിൽ ഒരിക്കലും വിമർശിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട് കയറി കോലം വരെ നമ്മൾ കത്തിക്കൂലേ. പക്ഷേ ജഡ്ജി വിധിച്ച ഒരു വിധിക്ക് പുറകെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയോ? ആരും പറയില്ല. പറഞ്ഞാൽ അത് കോടതി ലക്ഷ്യമായി കേസെടുത്ത് മൂപ്പരങ്ങ് അകത്തിടും. അല്ലേ, അപ്പോൾ അത്രത്തോളം പ്രൊട്ടക്ഷൻ ആര് കൊടുക്കുന്നുണ്ട്, ജഡ്ജിയുടെ പേഴ്സണൽ ക്രിറ്റിസിസം ഇല്ലാത്ത രീതിയിൽ ജഡ്ജിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സെപ്പറേറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി. ഒരിക്കലും എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുന്നില്ല. ഒരിക്കലും നമ്മുടെ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ പറയുന്ന കാര്യം ആർക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, ജുഡീഷ്യറി കേൾക്കേണ്ട ആവശ്യമില്ല. ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻ്റ് ആയി തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു കറക്റ്റ് നിങ്ങൾ പഠിച്ചു. അത് എക്സാമിന് അത്രയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കും. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായി കാണുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനും ഒരുപാട് വീഡിയോസ് കാണും. അപ്പോൾ അവിടെ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. Bye.